നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്ന 10 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. വളരെ കോമൺ ആയിട്ട് ഇന്ന് കേൾക്കുന്ന ഒരു കണ്ടീഷനാണ് ഷുഗർ ലെവൽ കൂടുക, അതായത് ഡയബറ്റിക് എന്നുള്ള കണ്ടീഷൻ. ഇത്തരത്തിലുള്ള ഷുഗർ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ കുറയുന്നതായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് HIIT, അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കുറയുകയും നമ്മുടെ ഷുഗർ ലെവൽ നന്നായിട്ട് കുറയുകയും ചെയ്യും. എന്താണ് ഇത്തരത്തിലുള്ള ഈ എക്സസൈസ് എന്ന് വെച്ചാൽ, ഒരു ചെറിയ സമയം, അതായത് 20 to 40 സെക്കൻഡിനുള്ളിൽ അതിതീവ്രമായിട്ട് എക്സസൈസ് ചെയ്യുക. അതിനുശേഷം ഒരു 10 to 20 സെക്കൻഡ് നമ്മൾ റെസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ വളരെ ഫാസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യുകയും അതിനോടുകൂടി തന്നെ ഒരു ചെറിയൊരു ഇൻ്റർവെല്ലിൽ നമ്മൾ വിശ്രമിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇത്തരത്തിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എന്ന് പറയാറുള്ളത്. അത് നമുക്ക് ചില എക്സസൈസുകളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയുന്നതാണ്. ഇങ്ങനെയുള്ള ഈ ഉയർന്ന രീതിയിലുള്ള ഈ എക്സസൈസോടൊപ്പം തന്നെയുള്ള ഇടയ്ക്കുള്ള ഈ വിശ്രമം, ഇത്തരത്തിലുള്ള ഈ എക്സസൈസുകൾ നിങ്ങളൊരു 10 to 30 മിനിറ്റ്സ് തുടർച്ചയായിട്ട് ചെയ്യുക. അത്തരത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്കത് ഏറ്റവും കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിൽ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ചില എക്സസൈസുകളാണ് 30 സെക്കൻഡ്സ് നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 20 സെക്കൻഡ് വിശ്രമം, അതായത് 20 സെക്കൻഡ് നമ്മൾ റെസ്റ്റ് ചെയ്യുക. 30 സെക്കൻഡ് ജമ്പിങ് ജാക്സ് പ്ലസ് 20 സെക്കൻഡ് റെസ്റ്റ്, അത്തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ് 30 സെക്കൻഡ് പുഷപ്പ് ചെയ്യുക, അതിനുശേഷം ഒരു 20 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. 30 സെക്കൻഡ് സ്ക്വാട്ട് ചെയ്യുക, ഒരു 20 സെക്കൻഡ് നമ്മൾ റെസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊരു 10 to 30 മിനിറ്റ്സ് നമ്മൾ ഈ റിപ്പീറ്റേഷൻസ് ഇങ്ങനെ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് സാധ്യമാവുള്ളൂ. ഇനി വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊന്നാണ് മൗണ്ട് ക്ലൈംബേഴ്സ് എന്ന് പറയുന്ന എക്സസൈസ്. അതായത് 30 സെക്കൻഡ് മൗണ്ട് ക്ലൈംബേഴ്സ് ചെയ്യുക, ഒരു 20 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. ഏതൊരു എക്സസൈസ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിലും ഒരു കൃത്യമായ തീവ്രതയോട് കൂടിയിട്ട് ആ ഒരു 30 സെക്കൻഡ് ചെയ്യുക, അതിനുശേഷം ഒരു 20 സെക്കൻഡ് അബ്സല്യൂട്ട് റെസ്റ്റും ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുക. ഇത്തരത്തിലുള്ള ഈ എക്സസൈസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കുറഞ്ഞ സമയത്തിൽ തന്നെ കൂടുതൽ എനർജി നമ്മൾ ചെലവഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മുടെ ഷുഗർ ലെവൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഹൃദയം ആരോഗ്യത്തോടെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് പോളിമെട്രിക് എക്സസൈസ് ആയിട്ടുള്ള ജമ്പിങ് സ്ക്വാട്സ് ഒക്കെ. ഈ ജമ്പിങ് സ്ക്വാട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ 30 സെക്കൻഡ് ചെയ്യുക, പിന്നെ 20 സെക്കൻഡ്സ് റെസ്റ്റ് ചെയ്യുക. ഈ 30 സെക്കൻഡ് വളരെ തീവ്രതയോടുകൂടി ചെയ്യും വേണം. അതുപോലെ തന്നെ 20 സെക്കൻഡ് അബ്സല്യൂട്ട് റെസ്റ്റും ചെയ്യുക. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എക്സസൈസുകളായിട്ടുള്ള നമ്മുടെ പുഷപ്പ്, ഡംബൽസ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾക്ക് നല്ല ക്ഷമത ഉണ്ടാകുകയും നമ്മുടെ മെറ്റബോളിക് റേറ്റ് നന്നായിട്ട് കൂടിയിട്ട് നമ്മുടെ ഫാറ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനും അവ ഹെൽപ്പ് ചെയ്യുന്നു. മസിൽസ് നല്ല സ്ട്രോങ് ആവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുമൂലം തന്നെ നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തമായിട്ട് നടക്കുകയും ഷുഗർ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആളുകൾ ചെയ്യുന്ന ഒന്നാണ് സൈക്ലിംഗ് പോലെയുള്ള എക്സസൈസുകൾ. സൈക്ലിംഗ് എക്സസൈസ് ആയാലും നമ്മുടെ മെറ്റബോളിക് റേറ്റുകൾ നന്നായിട്ട് വ്യത്യാസം വരികയും മസിൽസ് നല്ലോണം സ്ട്രോങ് ആവാനും നമ്മുടെ കായിക ക്ഷമതകൾ വർദ്ധിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ കാൽ മസിൽസ്, ലെഗ് മസിൽസ് ഒക്കെ വളരെ സ്ട്രെങ്തൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ സൈക്ലിംഗ് പോലെയുള്ള എക്സസൈസുകൾ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇത്തരത്തിൽ പെട്ടെന്ന് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസുകളാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്തിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ ഷുഗർ ലെവൽ നന്നായിട്ട് കുറഞ്ഞു വരുന്നതാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. 7 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. മറ്റൊന്ന് എന്താ വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവലിലൊക്കെ നല്ല ചേഞ്ചസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന് പഴങ്ങൾ ആസിച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. എന്നിട്ട് ആസിച്ച് കഴിക്കുക. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പഴങ്ങൾ കഴിക്കുന്നത് മൂലം തന്നെ ഈ ഫൈബർ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന് എന്താ വെച്ചാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മുട്ട, മത്സ്യം, മാംസം തുടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അവയൊക്കെ നമ്മുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനും മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇത്തരത്തിൽ പ്രോട്ടീൻസ് കഴിക്കുന്ന മൂലം തന്നെ സാധ്യമാവും. കറുവപ്പട്ട, ഇഞ്ചി, ഏലം തുടങ്ങിയിട്ടുള്ള നമ്മുടെ സ്പൈസസുകൾ നന്നായിട്ട് ഉപയോഗിക്കുക. അത് നമ്മുടെ ഈ പഞ്ചസാരയെ അല്ലെങ്കിൽ ഷുഗർ പോലെയുള്ള ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക. സിന്തറ്റിക് ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. അതിനകത്ത് തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇലക്കറികളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുക.
അതായത് നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ടി വിയോ അല്ലെങ്കിൽ ഫോണൊക്കെ വാച്ച് ചെയ്തിട്ടായിരിക്കും ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലൊരു ഷുഗറൊക്കെ കുറയണം എന്നുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള സാധനങ്ങൾ ടി വിയോ അല്ലെങ്കിൽ ഫോണൊക്കെ വാച്ച് ചെയ്തിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ നമുക്കറിയാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കൂടാനും അതുപോലെ തന്നെ ഡൈജഷനൊക്കെ അത് കൂടുതൽ സമയമെടുക്കും എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാൽ തന്നെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഷുഗർ ലെവലൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കിഡിലൻ ഹോം റെമഡിയാണ് ഒരു 5 ml ആപ്പിൾ സിഡർ വിനീഗറും ഒരു 8 ounce വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുക. ഇത് നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡയബറ്റിക് കൺട്രോൾ ആവാനും മറ്റൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ ഇവ ഹെൽപ്പ് ചെയ്യും. അസിഡിറ്റി കംപ്ലൈൻറ്റും അതുപോലെ തന്നെ കിഡ്നി രോഗമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് ട്രൈ ചെയ്യാവൂ. ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ ഡയറക്റ്റ്ലി കഴിക്കുമ്പോൾ ചിലപ്പോൾ പല്ലിനൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്നാണ് ബെറിബറിൻ. അതൊരു നാച്ചുറൽ മെറ്റ്ഫോർമിനാണ്. ഇത് നമ്മുടെ സസ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഘടകമാണ്. നമ്മുടെ മഞ്ഞൾ പോലെയുള്ള സസ്യവർഗ്ഗങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. ബാർബറിൻ, ടീ, ടർമറിക് എന്നിവയിലൊക്കെ ഇത്തരത്തിലുള്ള ഈ ഘടകമുണ്ട്. അതൊരു നാച്ചുറൽ മെറ്റ്ഫോർമിനാണ്. നാച്ചുറൽ മെറ്റ്ഫോർമിൻ നമ്മുടെ ഷുഗർ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. അത്തരത്തിലുള്ള കണ്ടൻറ്റുകളുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആണ് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് നടക്കുക. ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ആഹാര സാധനങ്ങൾ വളരെ വേഗം ദഹിക്കുകയും നമ്മുടെ ഇൻസുലിൻ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊട്ടാസ്യവും മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിൽ തന്നെ ഈ മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെയും അതുപോലെ തന്നെ കിഡ്നീൻ്റെ ഒക്കെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ പൊട്ടാസ്യവും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഹെൽപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ വാഴപ്പഴം, അതുപോലെ തന്നെ ഇളനീര്, ചീര, ബീൻസ്, ഓറഞ്ച്, പൊട്ടറ്റോ തുടങ്ങിയവയൊക്കെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ അവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുക എന്ന് പറയണ്ടായി. അപ്പോൾ മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങളാണ് മുരിങ്ങയില, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസിലൊക്കെ ധാരാളം മാഗ്നീഷ്യം ഉണ്ട്. പിന്നെ നമ്മളെ നട്ട്സുകളായിട്ടുള്ള ആൽമണ്ടിനകത്തുണ്ട്, കാഷ്യൂ നട്ട്സിനകത്തുണ്ട്. അപ്പോൾ അവയൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മാഗ്നീഷ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ലഭിക്കാൻ വേണ്ടി. പംകിൻ സീഡ് അതുപോലെ നല്ലൊരു സോഴ്സാണ് മാഗ്നീഷ്യത്തിൻ്റെ. അപ്പോൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഷുഗർ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. മറ്റൊന്ന് ആളുകൾ പറയാറുണ്ട് കീറ്റോൺ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളത്. ഈ കീറ്റോൺ സപ്ലിമെൻറ്റ്സ് ഷുഗർ ലെവൽ നന്നായിട്ട് കുറയ്ക്കുകയെങ്കിൽ പോലും നമ്മൾ ഈ കീറ്റോൺ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആഹാരത്തിൻ്റെ കൺട്രോളിനോടൊപ്പം തന്നെ എക്സസൈസുകളും കൂടെ ഫോളോ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ലെവലിൽ ഷുഗർ ലെവൽ കുറയ്ക്കാൻ സാധ്യമാവുക. മറ്റൊന്നാണ് സാൾട്ട് ആൻഡ് വാട്ടർ ഇൻടേക്ക്. നമുക്കറിയാം ധാരാളം വെള്ളം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നമുക്കത് ബാലൻസ് ചെയ്യും. എങ്കിൽ പോലും ഈ ഹൈ ലെവലിൽ ഉപ്പ് കഴിക്കുമ്പോൾ നമ്മുടെയൊക്കെ BP പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ മോണിറ്റർ ചെയ്തിട്ട് വേണം നമ്മൾ ഇവയൊക്കെ കഴിക്കാൻ. മറ്റൊന്നാണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്നുള്ള രീതി. നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു രീതിയാണ്. അതായത് ഒരു ലോങ് ടൈം ഫാസ്റ്റിംഗ് വരുന്ന ഒരു രീതി. ഇത് പക്ഷേ ഷുഗർ പേഷ്യൻസ് ആയ ആളുകൾ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഡേഞ്ചർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ളൊരു കണ്ടീഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് ഏതാണോ സൂട്ട് ആവുക എന്ന് നോക്കിയിട്ട് നിങ്ങളത് ഫോളോ ചെയ്യേണ്ടതാണ്. ഷുഗർ ലെവൽ കൂടുതലാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണ്ണയമൊക്കെ നടത്തിയിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ളൊരു മെത്തേഡ് കൂടിയാണ് നമ്മൾ മരുന്ന് നിർണ്ണയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങളുള്ളവർ അല്ലെങ്കിൽ മറ്റ് മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ മെഡിസിൻസ് കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.